കാലഘട്ടമൊക്കെ കടന്ന് നമ്മളെല്ലാവരും അച്ഛനും അപ്പനും ഒക്കെയായി മാറുന്ന സാഹചര്യത്തിൽ തിരിച്ചും നമ്മൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആ പഴയ കൗമാരക്കാരായ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളായി മാറുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടേതായ ഈ കൂട്ടായ്മയുടെ ആ സംരംഭം നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഇത്രയും ധന്യമായ മുഹൂർത്തം വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏറ്റവും ധന്യമായ മുഹൂർത്തം. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറിയെങ്കിൽ പോലും നമ്മുടെ കുട്ടികളുടെ ഒപ്പമെത്താൻ നമ്മളുമൊക്കെ മനസ്സുകൊണ്ട് വെമ്പുന്ന ഒരു കാഴ്ച കാണാം. അതുകൊണ്ടായിരിക്കും ശിവദാസ് നാരായണൻ ലോ വിദ്യാർത്ഥിയാകുവാൻ പോയത്. നമ്മളൊക്കെ നമ്മൾ ഓരോ കോളേജിൽ ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് ആ കുട്ടികളുടെ ആ പഴയ കാലത്തിലായിട്ട് നമ്മൾ പോകുന്നൊരവസ്ഥ, അതാണ് നമ്മുടെ ഒരു സൗന്ദര്യം, അതുപോലെ ഒരു സുഖം എന്ന് പറയുന്നത്. തീർച്ചയായും ഈ കൂട്ടായ്മ നമുക്കറിയാം, നമ്മുടെ ആ കൂട്ടായ്മയുടെ ശക്തിയും അത് ബലവും ഒരു ആത്മബലമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മളിലെ എല്ലാവർക്കും ഇപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചിന്തകളും വ്യത്യസ്തമായ രീതികളും ഒക്കെയുണ്ട്. പക്ഷെ ആ ചിന്തകളും ആ ജീവിതങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ പഴയ ആ ഡിഗ്രിക്കാരായ കൗമാരക്കാരായ NS കോളേജിലെ വിദ്യാർത്ഥികളായി മാറുമ്പോഴാണ് നമ്മളുടെ ഒരു മനസ്സിൽ സുഖം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇന്ന് വരുമ്പോൾ എത്രയോ തിരക്ക് പിടിച്ച വ്യക്തി ജീവിതത്തിൽ ധാരാളം തിരക്ക് പിടിച്ച ധാരാളം ആൾക്കാർ